കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് ഇന്ന് തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന KSEBയെ രക്ഷിക്കാൻ ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇപ്പൊ 16 പൈസയാണ്. 16 പൈസ കൂട്ടുന്നു. അടുത്ത മാസം മുതൽ വീണ്ടും കൂട്ടുകയാണ്. 18 പൈസ അല്ലേ? 12 പൈസ വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 7500 കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചത്. ഇത് വന്നതെങ്ങനെ? അദാനിയെ പോലെയുള്ള വൻകിട വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇത് ചെയ്യുന്നു. ഇത് തെറ്റാണ്. ഇത് പിൻവലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. പത്രക്കാർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു നീക്കമാണ്. അതുകൊണ്ട് ഈ വൈദ്യുത നിരക്ക് വർധനവിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. എനിക്കൊരാശങ്ക കൂടിയുണ്ട്. വൈദ്യുതി ബോർഡിനെ ഇങ്ങനെ വലിയ തോതിലുള്ള കടക്കണിയിലേക്കാക്കി ഇതിനെ സ്വകാര്യവൽക്കരിക്കാനൊരു നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വൈദ്യുതി ബോർഡ് ഇപ്പോൾ പൂർണ്ണമായൊരു ഗവൺമെന്റ് കമ്പനിയാണ്. ഭാവിയിൽ ഇതിന്റെ ഷെയറുകൾ വിറ്റഴിച്ച് KSEBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 7500 കോടി രൂപ അടിച്ചേൽപ്പിച്ച ഈ ഗവൺമെന്റ് ഈ തീരുമാനം പിൻവലിക്കണം എന്നാണ് എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാറുള്ളത്.